നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് 2024 നടന്ന ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. 7ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ. 2024 നടന്ന 7ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇത്. നമ്മൾ ടോപ്പിക്കുകളൊക്കെ പഠിക്കുന്നുണ്ട്. SCRT ഒക്കെ നമ്മുടെ സിലബസ് വൈസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സബ്ജക്ട് വൈസ് ആയിട്ടൊക്കെ നമ്മുടെ ചാനലിൽ ക്ലാസ്സുകൾ പോകുന്നുണ്ട്. കൂട്ടുകാർ പ്രയോജനപ്പെടുത്തി കഴിഞ്ഞാൽ എന്താ ഞാൻ പറയാ, 100% ഉറപ്പ് പറയാണ്, നിങ്ങൾ ലക്ഷ്യത്തിലേക്ക് എത്തും. വെറുതെ ക്ലാസ് ഇട്ട് പഠിച്ചുകൊണ്ട് കാര്യമില്ല. നല്ല രീതിയിൽ അത് പഠിച്ച് റിവിഷൻ ചെയ്ത് മാറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓർഡറായിട്ട് ക്ലാസ്സുകൾ നമ്മുടെ ചാനലുകളിൽ തന്നു പോകുന്നുണ്ട്. പ്രയോജനപ്പെടുത്തി മാറ്റുക. ഓക്കെ, അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, താഴെ കമന്റ് കൂടി ചെയ്യുക. ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടിയിട്ട് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒന്നുകൂടി ഹാർദമായ സ്വാഗതം. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഓരോരോ ക്വസ്റ്റ്യൻ പറയുന്ന സമയത്ത് ചെയ്തു നോക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ചുവടെ സൂചിപ്പിക്കുന്ന വ്യക്തിയെ തിരിച്ചറിയുക. 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇതിൽ വ്യക്തിനെ നമ്മൾ തിരിച്ചറിയണം. ആരാ നോക്കിയാലോ വ്യക്തി. ഇപ്പോൾ 1898 കൊടുങ്ങല്ലൂരിൽ ജനനം. കൊടുങ്ങല്ലൂരാണ്. നോക്കൂ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ സജീവ പങ്കാളിത്തം. പിൽക്കാലത്ത് സുഭാഷ് ചന്ദ്രബോസിന്റെ ഫോർവേഡ് ബ്ലോക്ക് അല്ലേ. പിന്നെ അൽ അമീൻ, ഇതൊരൊറ്റ പോയിന്റ് മതി അല്ലേ നമുക്ക് ആളിനെ കണ്ടെത്താൻ. അൽ അമീൻ ദിനപത്രത്തിന്റെ സ്ഥാപകനും എഡിറ്ററും. അപ്പോൾ നമുക്ക് ഇത് നമ്മൾക്ക് പഠിക്കുന്നവർക്ക് നോർമലായിട്ട് അറിയാം. അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യണം, നന്നായിട്ട് മനസ്സിലാക്കി വെക്കണം. അടുത്ത ഈ പോയിന്റുകളൊക്കെ മനസ്സിലാക്കി വെക്കണം. ഓക്കെ, അപ്പൊ ആര് വരും? ഒന്നാമത്തെ ആൻസർ വരും മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് അല്ലെ. മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബാണ് അൽ അമീൻ ദിനപത്രത്തിന്റെ സ്ഥാപകൻ, എഡിറ്റർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സജീവ പങ്കാളിത്തം. സുഭാഷ് ചന്ദ്രബോസിന്റെ ഫോർവേഡ് ബ്ലോക്കിലെ ആകൃഷ്ടനായത്. 1898 കൊടുങ്ങല്ലൂരിലാണ് അദ്ദേഹം ജനിച്ചത്. ഒരു നാൾ നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ഒരു ചെറിപ്പഴം എന്ന് ഡൽഹൌസി വിശേഷിപ്പിച്ചത് ഏത് പ്രദേശത്തെയാണ്? ഏതിനെയാണ്? ഔദിനെയാണ് അല്ലെ. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1929 ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെടാത്ത തീരുമാനം. ഇവിടെ ബന്ധപ്പെടാത്തതാണ് കേട്ടോ. ജവഹർലാൽ നെഹ്റു കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയി. 29 കോൺഗ്രസിന്റെ പ്രസിഡന്റ് ജവഹർലാൽ നെഹ്റു ആണ്. അപ്പൊ ഒന്ന് ശരിയാണ്. ഇവിടെ ബന്ധപ്പെടാത്ത പ്രസ്താവനയാണ്. അപ്പൊ ഒന്ന് വരുന്നതൊക്കെ ഒഴിവാക്കുക. ഒന്ന് ഇതാ. ഓക്കെ, ഒന്നൊഴികെ മറ്റുള്ളവ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഒന്നൊഴികെ മറ്റുള്ളവ. അപ്പൊ ഇവിടെ ഒന്നും നമുക്ക് വിട്ട് ചെയ്യാൻ പറ്റില്ല. പൂർണ്ണ സ്വരാജാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. ആണ്. രണ്ടുപേരും അല്ലെ. രണ്ടുപേരുടെ ഓപ്ഷനൊക്കെ മാറ്റാം. രണ്ടുപേരുടെ ഓപ്ഷൻ മാറ്റാം. ഓക്കെ, അപ്പൊ ഇവ ഒന്നൊഴികെ ഇതും മാറ്റാം. കാരണം രണ്ട് ഇവിടെ ഒന്നൊഴികെ മറ്റുള്ളവ പറഞ്ഞ 2 വന്നു. അപ്പൊ 2 ഇവിടെ വരാൻ പാടില്ല. പിന്നെ നിസ്സഹരണ സമരം ആരംഭിക്കുക. 1930 ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായിട്ട് ആഘോഷിക്കണം. ശരിയാണ്, അതും തീരുമാനം എടുത്തു അല്ലെ. നിസ്സഹരണ സമരം ആരംഭിക്കുക എന്നുള്ളതൊന്നുമില്ല. അതൊക്കെ 1920 അല്ലെ നിസ്സഹരണ സമരം വരുന്നത്. ഇത് 29 ലാഹോർ കോൺഗ്രസിന്റെ സമ്മേളനം നടക്കുന്നത്. അപ്പൊ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും അല്ലെ. മൂന്നാമത്തെ ആൻസർ ആണ് 3 മാത്രമാണ് കേട്ടോ. നിസ്സഹരണ സമരം ആരംഭിക്കുക, അതിൽ വരുന്ന കാര്യമില്ല. ഏതൊക്കെ വരും? ജവഹർലാൽ നെഹ്റു കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയത് 29 ലാഹോർ സമ്മേളനത്തിലാണ്. പൂർണ്ണ സ്വരാജ് ആയിരുന്നു കോൺഗ്രസിന്റെ ലക്ഷ്യം. 1930 ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായിട്ട് ആഘോഷിക്കണമെന്ന് ആ സമ്മേളനത്തിൽ വെച്ച് തീരുമാനം എടുക്കുകയുണ്ടായി. 1921 താഴെ പറയുന്നവയിൽ ഏത് സംഭവത്തിന്റെ ശതാബ്ദി വർഷമാണ്? 1921. ഏതാണ്? ഏത് വരും? വാഗൺ ട്രാജഡി അല്ലേ. വാഗൺ ട്രാജഡി. താഴെ പറയുന്ന ജോഡികൾ പരിഗണിക്കുക. തന്നിരിക്കുന്നതിൽ ജോഡികൾ ഏതൊക്കെയാണ്? ഇതിൽ ശരിയായ ജോഡികൾ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ശരിയായ ജോഡി. ഓക്കെ, എങ്ങനെ ചെയ്യും? 5ാമത്തെ ആൻസർ ഏത് വരും? ഇതിൽ നമുക്ക് ഇപ്പൊ കുടിയരശ്, ഇപ്പൊ പെട്ടെന്ന് ഇതൊന്നും അറിയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, ഇപ്പൊ പെട്ടെന്ന് വിവേകവർദ്ധിനിയെ, കുടിയരശ് ഇതൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് നോക്കാം. സംഭാത് കൗമുദി ആരുടേതാണ്? രാജാറാം മോഹൻ റോയുടേതാണ് അല്ലെ. രാജാറാം മോഹൻ റോയുടേതാണ് സംഭാത് കൗമുദി. ഓക്കെ, ഇതറിയാലോ. അപ്പൊ പക്ഷെ ഇവിടെ ഓപ്ഷൻ നോക്കൂ, ശ്രീനാരായണ ഗുരുവാണ് തന്നിരിക്കുന്നത്. അപ്പൊ 4 ഓപ്ഷൻ തെറ്റാണ് അല്ലെ. ഇവിടെ പറയുന്ന ശരിയായ ജോഡികളെയാണ് പരിഗണിക്കാൻ വരുന്നത്. അപ്പൊ 4 വരുന്ന ജോഡി ഒക്കെ മാറ്റാം. ഇതിൽ 4 വന്നില്ലേ, 4 മാറ്റി. ഇതിൽ 4 വന്നില്ലേ, 4 മാറ്റി. ഇതിൽ 4 വന്നില്ലേ, 4 മാറ്റി. കണ്ടോ, ആൻസറിലേക്ക് എത്തിയത് കണ്ടോ? 1, 2, 3 കണ്ടോ. അപ്പോ കുടിയരശ് ആരുടേതാണ്? EV രാമസ്വാമി നായ്ക്കർ. വിവേകവർദ്ധിനി വീരേശലിംഗം, ഗുലാംകിരി ജ്യോതിറാവു ഫുലെ. 3 ഓപ്ഷനും ശരിയാണ് കേട്ടോ. കുടിയരശ് EV രാമസ്വാമി നായ്ക്കർ, വിവേകവർദ്ധിനി വീരേശലിംഗം, ഗുലാംകിരി ആരുടേതാണ്? ജ്യോതിറാവു ഫുലെ. നെക്സ്റ്റ്, താഴെ കൊടുത്തിട്ടുള്ളവയെ കാലഘടന അടിസ്ഥാനത്തിൽ ക്രമീകരിക്കുക. ആദ്യമുള്ള ഓർഡറിൽ ആരോഹണ ക്രമത്തിൽ അല്ലെ. കാലഗണനയുടെ അടിസ്ഥാനത്തിൽ ഫസ്റ്റ് നമുക്കറിയാം ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം അല്ലെ. 6ാമത്തെ ആൻസർ ഏത് ഫസ്റ്റ് വരണം? 2 ഫസ്റ്റ് വരണം. ഓക്കെ, 6ാമത്തെ ആൻസർ ഏത് വരും? ഏതോ നോക്കൂ, 2 ഫസ്റ്റ് വരുന്നത് എടുക്കുക കേട്ടോ. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം ആദ്യം വരണം. ഇതിവിടെ 1 വന്നു, അപ്പൊ ഇത് വെട്ടി 4 ഇതാ ഇവിടെ ഇത് വന്നു. ഇനിയിപ്പോ 2 എന്നുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം കഴിഞ്ഞാൽ പിന്നെ വരുന്ന
വരുന്നത് ഏതാണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ്. അപ്പൊ 2 കഴിഞ്ഞാൽ 4 വരുന്ന ഓപ്ഷൻ തെറ്റൊന്നല്ലേ ഉള്ളൂ. അപ്പൊ ആൻസർ സി ആണ്. ഫസ്റ്റ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം, 2 അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, ഫ്രഞ്ച് വിപ്ലവം, റഷ്യൻ വിപ്ലവം. ഇനി വളരെ പ്രസിദ്ധമായ മുഖ സിൽക്സ് ഏത് സംസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? മുഖ സിൽക്സ് എവിടെയാണ്? അസമിലാണ് കേട്ടോ. GPS ഉപയോഗിച്ച് ഒരു സ്ഥലത്തിന്റെ സ്ഥാനം കൃത്യമായി നിർണ്ണയിക്കുന്നതിന് ഏറ്റവും കുറഞ്ഞത് എത്ര ഉപഗ്രഹങ്ങളുടെ സിഗ്നൽ ആവശ്യമാണ്? എത്ര ഉപഗ്രഹങ്ങളുടെ സിഗ്നൽ ഉണ്ടെങ്കിലാണ് GPS പ്രവർത്തിക്കുക എന്നതാണ് ചോദ്യം. എത്രയാണ്? 4 ഉപഗ്രഹമാണ് കേട്ടോ. 4. ഓക്കെ. ഒഡീഷയിലെ കോരാപുട്ട് ജില്ലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ടെൽ നദി ഏതു നദിയുടെ പോഷക നദിയാണ്? ഏത് നദിയുടെ പോഷക നദിയാണ് ടെല്ല്? ഏത് വരും? ഏതാണ് വരിക? മഹാനദി അല്ലേ? മഹാനദിയുടെ പോഷക നദിയാണ് ഇബ് ടെല്ല്. ചുവടെ കൊടുത്തിരിക്കുന്നവർ റാബി വിളയുമായി മാത്രം കൃഷി ചെയ്യുന്നത് ഏതാണ്? റാബി വിളയില് നെല്ല് വരുന്നത് ഓപ്ഷൻ മാറ്റി അല്ലേ? പിന്നെ ഗോതമ്പ്, ജോവർ നോക്കൂ, കണ്ടുപിടിക്കാൻ അല്ലെ ഒന്ന് ഇരുന്ന് നന്നായിട്ടൊന്ന് ചിന്തിക്കേണ്ട ഒരു ആൻസർ ആണ്. ഇവിടെ ഏത് വരും? ബാർലിയും പയർവർഗവും. ജോവർ ഏതിൽ വരുന്നതാണ്? ഖാരിഫ് വിളയിൽ വരുന്നതാണ്. ഇതൊക്കെ ഖാരിഫ് വിളയിലാണ് അല്ലെ? അപ്പൊ ബാർലിയും പയറ് വർഗവും ഏതിൽ വരും? റാബി വിളയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇന്ത്യയിൽ മൺസൂൺ മഴ ആദ്യം ലഭിക്കുന്ന പ്രദേശം എവിടെയാണ്? മൺസൂൺ മഴ ആദ്യം ലഭിക്കുന്നത് പശ്ചിമഘട്ടത്തിലാണ്. തിപ്പായ് മുഖ് ഡാം ഏത് രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കത്തിന് കാരണമാകുന്നു? തിപ്പായ് മുഖ് ഏതാണ്? ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള തർക്കത്തിലാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ്? ശക്തികാന്ത് ദാസ് അല്ലെ? 25ാമത്തേത് അല്ലെ? ഇപ്പൊ 26ാമത് മാറിയിട്ടുണ്ട് അല്ലെ? ഇപ്പൊ 26ാമത് ആരാണ്? സഞ്ജീവ് ഖന്ന. എന്താണ് പേര്? സഞ്ജീവ് ഖന്നയോ അങ്ങനെയല്ലേ ഒരു പേര്? ഓക്കെ, ഒന്ന് കറക്റ്റ് ചെയ്യണം കേട്ടോ. സഞ്ജീവ് ഖന്ന എന്നാണ് തോന്നുന്നു. 26ാമത്തെയാണ് കേട്ടോ. താഴെ പറയുന്നവയിൽ നബാർഡുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. ബി. ശിവരാമൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് നബാർഡ് രൂപീകരിക്കപ്പെട്ടത്. ശരിയാണ്. എപ്പോഴും ഈ കമ്മിറ്റിയെ കുറിച്ചിട്ട് ചോദിക്കാറുണ്ട്. അപ്പൊ ഒന്ന് ആൻസർ ആയിട്ട് വരണം എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ ഇവിടെ ഒന്നുണ്ടോ? ഇല്ല. ഓക്കെ. ഇനി കൃഷിക്കും ഗ്രാമവികസനത്തിനുമായിട്ടുള്ള ഭാരതത്തിലെ ദേശീയ ബാങ്കാണ് നബാർഡ്. യെസ്, ശരിയാണല്ലേ? കൃഷിക്കും ഗ്രാമവികസനത്തിനും വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോ 1ഉം 2ഉം എന്തായാലും ആൻസർ വരണം അല്ലേ? 1ഉം 2ഉം വരണം. ഇവിടെ 2 ഉണ്ടോ? ഇല്ല. ഇനി നബാർഡിന്റെ ആസ്ഥാനം മുംബൈ ആണ്. നബാർഡിന്റെ ആസ്ഥാനം മുംബൈ ആണ്. ആണോ? ആണ്. നബാർഡിന്റെ ആസ്ഥാനം മുംബൈ ആണ്. അപ്പൊ 14ാമത്തെ ആൻസർ ഏത് വരും? ഡി ആണ്. 1ഉം 2ഉം 3ഉം. വരുമാനവും തൊഴിലും ഉറപ്പാക്കി 6429 കുടുംബങ്ങളെ 100 ദിവസത്തിനുള്ളിൽ അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കാൻ കേരള സംസ്ഥാനത്തെ കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? ഉജ്ജീവനം പദ്ധതിയാണ് കേട്ടോ. ഉജ്ജീവനം നമ്മൾ പെട്ടെന്ന് ഇപ്പൊ കുടുംബശ്രീ അതിദാരിദ്ര്യത്തിൽ എന്ന് പറയുമ്പോൾ ഉപജീവന മാതൃകകൾ എന്നൊക്കെ നോക്കും അല്ലെ? അല്ല, എന്താണ്? ഉജ്ജീവനം. മറക്കരുതേ. ഗോൾഡൻ റവല്യൂഷൻ അല്ലെങ്കിൽ സുവർണ വിപ്ലവം ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഗോൾഡൻ റവല്യൂഷൻ അല്ലെങ്കിൽ സുവർണ വിപ്ലവം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ്? ഹോർട്ടിക്കൾച്ചർ ആണ് അല്ലെ? ഹോർട്ടിക്കൾച്ചർ ചെയ്തു നോക്കണം കേട്ടോ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? നമ്മുടെ ഇന്ത്യയാണ്. ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ ശില്പി ആരാണ്? ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി ആരാണ്? PC മഹലനോബിസ് ആണ് അല്ലെ? ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് ആര് എന്ന് ചോദിച്ചാലാണ് M വിശ്വേശ്വര അയ്യ. പിതാവ്, ഫാദർ ആരാണ്? ഫാദർ ഓഫ് ദി ഇന്ത്യൻ പ്ലാനിങ് ആരാണ്? M വിശ്വേശ്വരയ്യ. ശില്പി ആരെന്ന് ചോദിച്ചാൽ PC മഹലനോബിസ് ആണ്. ധനബില്ലിനെ സംബന്ധിച്ചിട്ടുള്ള ഇന്ത്യൻ ഭരണഘടന അനുച്ഛേദം ഏതാണ്? ധനബില്ല്, മണി ബില്ല് സംബന്ധിച്ചുള്ള ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം ഏതാണ്? 109. താഴെ കൊടുത്തിട്ടുള്ളതിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് ഏതാണ്? കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് ഏത് വരും? ആൻസർ ബി ആണ്. 2ഉം 3ഉമാണ്. 2ഉം 3ഉം കേട്ടോ. മായം ചേർക്കലും തൊഴിലും ഏതിൽ വരുന്നതാണ്? കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നതാണ്. ഇനി താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതല എന്ത്? താഴെ തന്നിരിക്കുന്നതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സംവരണ മണ്ഡലങ്ങൾ നിശ്ചയിക്കുക, വോട്ടർ പട്ടിക തയ്യാറാക്കുക, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മേൽനോട്ടം വഹിക്കുക. അപ്പൊ ഏതൊക്കെ വരും? ആൻസർ 21ാമത്തെ ഏത് വരും?
തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതല? ബി ആണ് കേട്ടോ. 21ാമത്തെ ആൻസർ ബി ആണ്. 2 മാത്രമാണ് വരുന്നത്. വോട്ടർ പട്ടിക തയ്യാറാക്കൽ മാത്രം. അപ്പൊ ഇതും ഒക്കെ എന്താണ് വരില്ല കേട്ടോ. സംവരണ മണ്ഡലങ്ങൾ നിശ്ചയിക്കലോ അല്ലെങ്കിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മേൽനോട്ടം വഹിക്കുന്നൊന്നുമല്ല. ഏതാണ്? വോട്ടർ പട്ടിക തയ്യാറാക്കൽ കേട്ടോ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ സമ്മേളനം നടന്നത് എവിടെ വെച്ചിട്ടാണ്? ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ സമ്മേളനം ഒപ്പം ചെയ്യണം കേട്ടോ. സമയം തരുന്നത് അതിനു വേണ്ടിയിട്ടാണ്. എവിടെയാണ്? 1949 ഡിസംബർ 9 ഡൽഹിയിൽ വെച്ചിട്ടാണ് അല്ലെ. ഡിസംബർ 9 ഡൽഹിയിൽ വെച്ചിട്ടാണ്. ഡൽഹിയാണ് 49 ഡിസംബർ 9. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം നൽകണമെന്ന് 1989 ശുപാർശ ചെയ്ത കമ്മിറ്റി. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം നൽകണമെന്ന് കെ തുങ്കൻ കമ്മിറ്റി. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഹൈക്കോടതിക്ക് നൽകാൻ കഴിയുന്ന ഉത്തരവ് ഏതാണ്? ആൻസർ സി ആണ് അല്ലെ. അതായത് ഇത് എന്താണ്? ഈ 3 റിട്ടുകളാണ് അല്ലെ. എത്ര തരം റിട്ടുകളുണ്ട്? 5 തരം റിട്ടുകളുണ്ട്. അപ്പൊ റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം ഹൈക്കോടതിനും സുപ്രീം കോടതിക്കുമാണ്. ഓക്കെ. അത് പക്ഷെ ഇന്ന കോടതിക്കൊന്നും പറഞ്ഞിട്ടില്ല. റിട്ടുകൾ പുറപ്പെടുവിക്കാൻ കൂടുതൽ അധികാരം തന്നെ ഹൈക്കോടതിക്കാണ് കേട്ടോ. താഴെ കൊടുത്തിട്ടുള്ളത് നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതാണ്? നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെ വരും? അന്തർദേശീയ സമാധാനവും സുരക്ഷിതത്വവും പരിസ്ഥിതി സംരക്ഷണവും. ഇത് ഏതൊക്കെ? 2ഉം 4ഉം വരുന്ന ഓപ്ഷൻ ഏതാണ്? ഡി ആണ് അല്ലെ. അന്തർദേശീയ സമാധാനവും സുരക്ഷിതത്വവും പരിസ്ഥിതി സംരക്ഷണം. ഇത് 2ഉം മാർഗനിർദ്ദേശക തത്വങ്ങളിൽ വരുന്നതാണ്. സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയ ഭരണഘടനാ ഭേദഗതി 44ാം ഭേദഗതി. ഇന്ത്യൻ പാർലമെന്റിൽ ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം അംഗീകരിച്ചത് എപ്പോഴാണ്? 2019 നമുക്കറിയാം. ജമ്മു കാശ്മീർ ഭേദഗതി ബില്ല് വരുന്നത് 2019 പക്ഷെ ഇതിൽ എല്ലായിട്ടും ഒന്നിലൊഴിച്ച് ബാക്കിയെല്ലാം 2019 ഉണ്ട് അല്ലെ. മാസവും ഡേറ്റും ആണ് നമുക്ക് അറിയേണ്ടത്. 27/2019 ഓഗസ്റ്റ് 5. കേരളത്തിൽ 14ാം പഞ്ചവത്സര പദ്ധതി കാലം ഏതാണ്? ബി ആണ് കേട്ടോ. 2022 to 27 ഇപ്പോ നടക്കുന്നത്. ഏത് പഞ്ചവത്സര പദ്ധതിയാണ്? 14ാം പഞ്ചവത്സര പദ്ധതിയാണ് എന്നുള്ളത് കണക്ട് ചെയ്യുക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ പദ്ധതി അല്ലാത്തത് ഏത്? സാമൂഹ്യ സുരക്ഷാ മിഷന്റെ പദ്ധതി അല്ലാത്തത് ഡി ആണ് കേട്ടോ. 4 കുടുംബശ്രീ മാത്രമാണ്. താലോലം, സ്നേഹപൂർവ്വം, ശ്രുതി തരംഗം. ഇത് 3 സാമൂഹ്യ സുരക്ഷാ മിഷന്റെ പദ്ധതികളാണ്. കേരള സംസ്ഥാന സാമ്പത്തിക കമ്മീഷൻ രൂപം കൊണ്ട ഭരണഘടനാ അനുച്ഛേദം. പെട്ടെന്ന് നമുക്ക് എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ സംസ്ഥാന സാമ്പത്തിക കമ്മീഷൻ, അത് ഏത് കമ്മീഷൻ എന്നൊക്കെ അല്ലേ നമ്മൾ എപ്പോഴും പഠിക്കാറ്? ധനകാര്യ കമ്മീഷൻ, കേരള ധനകാര്യ കമ്മീഷൻ, കേന്ദ്ര ധനകാര്യ കമ്മീഷൻ എന്നാണ് പറയുന്നത് അല്ലേ. ധനകാര്യ കമ്മീഷൻ ഏത് വരും? ഏതാണ്? എ ആണ്. 243 ഐയും 243 വൈയും. 2023 ഏപ്രിൽ 1 മുതൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കേരളത്തിലുണ്ടായ തൊഴിലാളികൾക്ക് ഒരു ദിവസത്തെ കൂലിയിലുണ്ടായ വർധനവ് എത്ര രൂപയാണ്? 22 രൂപ. ഇനി പട്ടിക നോക്കൂ. പട്ടിക ആരോഗ്യ 1 തന്നിട്ടുണ്ട്, പട്ടിക 2 തന്നിട്ടുണ്ട്. പട്ടിക 1, പട്ടിക 2 ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങളാണ്. എന്നിവയുമായിട്ട് പൊരുത്തപ്പെടുന്ന ശരിയായ ഉത്തരം താഴെ നൽകിയിരിക്കുന്ന കോഡുകളിൽ നിന്നും തിരഞ്ഞെടുക്കുക. 1 ഏത് വരും? മന്ദഹാസം പദ്ധതി. മന്ദഹാസം ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? മന്ദഹാസം പദ്ധതി. ആൻസർ ഏതാ വരിക? കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? നമുക്ക് ചെയ്ത് നോക്കാം. ഇവിടെ എ ആണ് ആൻസർ വരുന്നത്. 32ാമത്തെ ആൻസർ എ. മന്ദഹാസം പദ്ധതി ഏതിനു വരും? BPL വിഭാഗത്തിലെ മുതിർന്ന പൗരന്മാർക്ക് അല്ലെ. കൃത്രിമമായിട്ടുള്ള ദന്തം വെച്ച് പിടിപ്പിക്കുന്ന പരിപാടിയാണ് ഏതെന്ന് പറയുന്നത്? മന്ദഹാസം പദ്ധതി. സമന്വയ പരിപാടി ആർക്കാണ്? ട്രാൻസ്ജെൻഡേഴ്സിന്. ഇനി അഭയകിരണം പദ്ധതി നിരാലംബരായ വിധവകൾക്കാണ്. നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് സ്കീം ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അടുത്തിടെ ലോകാരോഗ്യ സംഘടന R21 മാട്രിക്സ് M വാക്സിൻ ഏത് രോഗത്തെ പ്രതിരോധിക്കാനാണ് മുൻകൂർ യോഗ്യതയോട് കൂടിയിട്ട് അംഗീകരിച്ചത്? ഇതാണ് മലേറിയ. 33ാമത്തെ ആൻസർ ഡി ആണ്. മലേറിയ കേട്ടോ. മലേറിയ.
താഴെ നൽകിയിരിക്കുന്ന അവകാശവാദവും കാരണവും ശ്രദ്ധാപൂർവം വായിച്ച് ശരിയായ ഓപ്ഷൻ കണ്ടെത്തുക. ആൻസർ സി ആണ്. ഏതാണ്? വാദം ശരിയാണ്, കാരണം തെറ്റാണ്. അവകാശവാദം ശരിയാണ്, ഹൃദയമിടിപ്പ് നിൽക്കുമ്പോൾ അതിനെ ഹൃദയസ്പന്ദനം എന്ന് പറയുന്നത് ശരിയാണ്. ഹൃദയസ്തംഭനം മൂലം ഹൃദയാഘാതം സംഭവിക്കുന്നു, കാരണം തെറ്റാണ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ബെറിബെറിയെ സംബന്ധിച്ച ശരിയായ ഓപ്ഷൻ ഏതെന്ന് തെരഞ്ഞെടുക്കുക. ബെറിബെറി ഏതുവരും? എ ആണ്. 2ഉം 4ഉം 5ഉമാണ്. B2 വൈറ്റമിൻ ഡി അല്ല അല്ലെ, B1 അല്ലേ ബെറിബെറി? B2 അല്ല. അപ്പൊ ഒന്ന് വരുന്ന ഓപ്ഷൻ ഒന്ന് മാറ്റി. ഓക്കെ. ഇനി തയാമിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ്. ശരിയാണ്. ഇത് ബെറിബെറി. ശിശുക്കളിലും ചെറിയ കുട്ടികളിലുമുള്ള പോഷകാഹാര വൈകല്യമാണ് ബെറിബെറി. ഈ രോഗം കൂടുതലുള്ള ഇത് തെറ്റാണ് അല്ലെ. ശിശുക്കളിലും ചെറിയ കുട്ടികളിലുമുള്ള പോഷകാഹാര വൈകല്യമല്ല, തെറ്റാണ്. 2ഉം 4ഉം 5ഉം ആണ് വരുന്നത് അല്ലെ. ഈ രോഗം കൂടുതലുള്ള രാജ്യങ്ങളിൽ പ്രധാന ഭക്ഷണമായിട്ട് മിനിക്കിയ അരിയാണ് ഉൾപ്പെടുത്തുന്നത്. ന്യൂറൈറ്റിസ്, പക്ഷാഘാതം, പേശിവേദന, മാനസിക തകർച്ച, ഹൃദയസ്തംഭനം എന്നിവയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ. അപ്പൊ ഇതൊക്കെ ഇതിനെ കുറിച്ചിട്ടാണ്? ബെറിബെറിയെ കുറിച്ചിട്ട് മനസ്സിലാക്കേണ്ട അസുഖമാണ്. തയാമീന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം. പിന്നെ ഈ രോഗം കൂടുതലുള്ള രാജ്യങ്ങളിൽ പ്രധാന ഭക്ഷണമായിട്ട് മിനിക്കിയ അരി ഉപയോഗിക്കുന്നു. ലക്ഷണങ്ങൾ ന്യൂറൈറ്റിസ്, പക്ഷാഘാതം, പേശിവേദന, മാനസിക തകർച്ച, ഹൃദയസ്പന്ദനം. ഇല്ലാത്ത ലക്ഷണങ്ങളൊന്നും ഇല്ല അല്ലെ. 2023 ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം COP28 നടന്നത് എവിടെ വെച്ചിട്ടാണ്? COP28 എവിടെയാണ്? UAE അല്ലെ. UAE. ഇപ്പൊ 2024 എവിടെയാണ്? 2024 ഘാനയിലെ അക്ര അല്ലെ. ഘാനയിലെ അക്ര. ടി ലിംഫോസൈറ്റിന്റെ വേർതിരിക്കൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഗ്രന്ഥി. ടി ലിംഫോസൈറ്റ് ഏതാണ്? ബി ആണ്. തൈമസ് ഗ്രന്ഥി. നമ്മൾ ടി എന്നല്ലടാ, ടി ലിംഫോസൈറ്റ് എന്ന് പറയുമ്പോൾ അതിൽ തന്നെ കൈ ടി വെച്ചിട്ട് കണക്ട് ചെയ്യട്ടെ. എനിക്കിതിൽ നല്ല കൺഫ്യൂഷൻ വരുന്ന ഒരു ഏരിയ ആയിരുന്നു. അപ്പൊ ഇങ്ങനെ ഞാൻ ടി വെച്ചിട്ട് കണക്കാക്കിയപ്പോൾ തൈമസ് ഗ്രന്ഥി. നമ്മൾ തൈമസ് പറയുമ്പോഴും ടി വെച്ച് ഇങ്ങനെ എഴുതുമല്ലോ സ്പെല്ലിംഗ്. അപ്പൊ ടി കൊടുത്തു. ഏത് താപനിലയിൽ സെന്റിഗ്രേഡ് സ്കെയിലും ഫാരൻഹീറ്റ് സ്കെയിലും തുല്യമായിരിക്കും? ആൻസർ -40 ഡിഗ്രി. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിൽ സെക്കൻഡിൽ പുറന്തള്ളപ്പെടുന്ന ഫോട്ടോ ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? പ്രകാശത്തിന്റെ തീവ്രതയ്ക്ക് ആനുപാതികമാണ്. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിൽ സെക്കൻഡിൽ പുറന്തള്ളപ്പെടുന്ന ഫോട്ടോ ഇലക്ട്രോണുകളുടെ എണ്ണം പ്രകാശത്തിന്റെ തീവ്രതയ്ക്ക് ആനുപാതികമാണ്. ഒരു വൈദ്യുത കാന്തിക തരംഗം വായുവിൽ നിന്ന് ഗ്ലാസ് ടാബിലേക്ക് പ്രവേശിക്കുമ്പോൾ താഴെ പറയുന്നവയിൽ ഏതിനാണ് മാറ്റം ഇല്ലാത്തത്? ഏതിനാണ്? ആവൃത്തിക്കാണ് മാറ്റം ഇല്ലാത്തത്. ചന്ദ്രയാൻ 3യുടെ റോവർ താഴെ പറയുന്നവയിൽ ഏതിന്റെ സാന്നിധ്യമാണ് സ്ഥിരീകരിച്ചത്? ചന്ദ്രയാൻ 3യുടെ റോവർ ഏതാണ്? പ്രഗ്യാൻ അല്ലേ. റോവർ പ്രഗ്യാൻ ഏതാണ് സ്ഥിരീകരിച്ചത്? ഏതാണ്? എയും സിയുമാണ്. ഓക്സിജനും സൾഫറും. ഓക്സിജൻ ആൻഡ് സൾഫർ. അക്വാറീജിയ ഏതിന്റെ ഒരു മിശ്രിതമാണ്? HCl-ഉം HNO3-യും. വാഷിംഗ് സോഡയുടെ സൂത്രവാക്യം. വാഷിംഗ് സോഡ സോഡിയം ഹൈഡ്രോക്സൈഡ്. 43 ബി ആണ്. Na2CO3 10H2O. സാന്ദ്രത കുറവായതിനാൽ വിമാന ബോഡി നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന ലോഹം ഏത്? വിമാന ബോഡി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം അലുമിനിയം ആണ്. ദ്രവ്യത്തിന്റെ അറ്റോമിക സിദ്ധാന്തം ആദ്യമായിട്ട് അവതരിപ്പിച്ചത് ആരാണ്? ജോൺ ഡാൽട്ടൺ. സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ ആഫ്രിക്കൻ വനിത ആര്? വങ്കാരി മാതായി. ദ സിറ്റാഡൽ എന്ന നോവലിന്റെ രചയിതാവ് ഒരു ഡോക്ടറാണ്. ആരാണ് ഈ നോവലിന്റെ രചയിതാവ്? ദ സിറ്റാഡൽ. AJ ക്രോണിൻ ആണ്. AJ ക്രോണിൻ. കേരളത്തിലെ ഏത് ജില്ലയിൽ കണ്ടുവരുന്ന നാടോടി കലാരൂപമാണ് അലാമിക്കളി? അലാമിക്കളി ഏത് ജില്ലയിലാണ്? അലാമിക്കളി കാസർഗോഡ് ജില്ലയില്. സൂക്ഷിച്ചു നോക്കൂ. കവി അല്ലാതെ എന്തുണ്ട് ഭൂമിയിൽ? എല്ലാറ്റിനും കവിത ദർശിച്ച ഈ മഹാകവി ആരാണ്? സൂക്ഷിച്ചു നോക്കൂ. കവിതയല്ലാതെ എന്തുണ്ട് ഭൂമിയിൽ? എല്ലാറ്റിനും കവിത ദർശിച്ച ഈ മഹാകവി ആര്? പി കുഞ്ഞിരാമൻ നായർ.
2023 പുറത്തിറങ്ങിയ ദ കവനന്റ് ഓഫ് വാട്ടർ എന്ന നോവൽ എഴുതിയത് ആരാണ്? ദ കവനന്റ് ഓഫ് വാട്ടർ എന്ന നോവൽ എഴുതിയത് എബ്രഹാം വർഗീസ് ആണ്. എബ്രഹാം വർഗീസ്. മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും വിവരാവകാശ കമ്മീഷണർമാരെയും തെരഞ്ഞെടുക്കുന്നതിനുള്ള ശുപാർശകൾ തയ്യാറാക്കുന്ന കമ്മിറ്റിയിൽ ഉൾപ്പെടാത്തത് ഏത്? ഉൾപ്പെടാത്തത് ഇന്ത്യൻ ഉപരാഷ്ട്രപതി ഉൾപ്പെടില്ല അല്ലെ. പ്രധാനമന്ത്രി ഉൾപ്പെടും. പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ക്യാബിനറ്റ് മന്ത്രി ഉൾപ്പെടും. ലോക്സഭാ പ്രതിപക്ഷ നേതാവും ഉൾപ്പെടും. 1993 ദേശീയ മനുഷ്യാവകാശ നിയമപ്രകാരം ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് അധ്യക്ഷ പദവി വഹിക്കുന്നത് ആരാണ്? അധ്യക്ഷ പദവി വഹിക്കുന്നത് സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ്. 1993 ദേശീയ മനുഷ്യാവകാശ നിയമത്തിൽ ഇവിടെ 1993 ദേശീയ മനുഷ്യാവകാശ നിയമപ്രകാരമാണ്. മനുഷ്യാവകാശ കമ്മീഷൻ 2019 ഭേദഗതി ചെയ്തപ്പോ സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ് എന്ന് ആകണമില്ല, സുപ്രീം കോടതി ജഡ്ജിക്കും എന്ത് ചെയ്യാം, അധ്യക്ഷ പദവി വഹിക്കാം എന്ന് 2019 ഭേദഗതി വന്നിട്ടുണ്ട്. ഇവിടെ ക്വസ്റ്റ്യൻ നമ്മൾ വെട്ടിട്ടില്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് പെടും. എന്താണ്? 1993 ദേശീയ മനുഷ്യാവകാശ നിയമപ്രകാരമാണ് ചോദിച്ചിരിക്കുന്നത്. മനസ്സിലായോ? 2019 ആണെങ്കിൽ രണ്ടാളും ഉൾപ്പെടും. ചീഫ് ജസ്റ്റിസിനും ആകാം അല്ലെങ്കിൽ ജഡ്ജിക്കും ആകാം. ഇനി 93 ദേശീയ മനുഷ്യാവകാശ നിയമത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് നിർവചിക്കുന്ന വകുപ്പ് ഏതാണ്? 92 ബി ആണ് കേട്ടോ. 2-1 കണ്ടോ? 2-1 മനുഷ്യാവകാശ നിയമത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചിട്ട് 2-1 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക പ്രത്യേക റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നത് ആർക്കാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക പ്രത്യേക റിപ്പോർട്ടുകൾ ആർക്കാണ് സമർപ്പിക്കുന്നത്? കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക്. ലോകത്തെ ഏറ്റവും കൂടുതൽ ഭാഷകളിൽ വിവർത്തനം ചെയ്യപ്പെട്ട ഔദ്യോഗിക രേഖ ഏതാണ്? അന്താരാഷ്ട്ര മനുഷ്യാവകാശ പത്രിക. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ മെമ്പറായിട്ട് നിയമിക്കപ്പെടുന്ന വ്യക്തിയുടെ അധികാര കാലയളവ്. മനുഷ്യാവകാശ കമ്മീഷനിൽ കേരളത്തിലെ കാലയളവാണ് ചോദിക്കുന്നത്. 3 വർഷ കാലയളവ് പുനർനിയമനത്തിന് യോഗ്യ. അങ്ങനെ 60 ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തു? നമ്മൾ പരിചയപ്പെട്ടു. 60 ക്വസ്റ്റ്യൻസിൽ ഏതാണ് അറിയാത്ത ആൻസർ എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു കുഞ്ഞു നോട്ട് ബുക്ക് ഒക്കെ വാങ്ങിച്ചു വെച്ചിട്ട് നോട്ട് ചെയ്ത് വെക്കുക. എക്സാമിന്റെ അവസാന ഘട്ടങ്ങളിൽ അതൊക്കെ ഒന്ന് റിവിഷൻ ചെയ്ത് പോകാം കേട്ടോ. റിപ്പീറ്റ് അടിച്ചാൽ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. പുതിയതായിട്ട് ആരെങ്കിലും കൂട്ടുകാർ നമ്മുടെ ചാനലിൽ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ SCERT സബ്ജക്ട് വൈസ് ആയിട്ടും അതുപോലെ ഇഷ്ടംപോലെ SCERT ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്. ഇതിപ്പോ ഓർഡർ ആയിട്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാവുന്ന രീതിയിൽ SCERT ക്ലാസ്സുകൾ ചെയ്തു വരുന്നുണ്ട്. ടോപ്പിക് വൈസ് ആയിട്ട് ഒരുപാട് സബ്ജക്റ്റുകൾ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും ഇന്ത്യൻ ജോഗ്രഫിയും കേരള ജോഗ്രഫിയും എല്ലാം നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ ക്ലാസ്സുകൾ പരമാവധി പ്രയോജനപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് കഴിയും. പഠിച്ചു മാറ്റുക. ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക കേട്ടോ. താഴെ ഒന്ന് കമന്റ് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കണേ, ലൈക്ക് ചെയ്യണേ. അപ്പൊ നമുക്ക് നാളെ SCERTയുടെ പുതിയൊരു ടോപ്പിക് ക്ലാസ് ഇന്ത്യൻ ജോഗ്രഫി നമുക്ക് ചെയ്യാനുണ്ട് അല്ലേ. 3ാമത്തെ ലെസണുമായിട്ട് നമുക്ക് ഉടനെ കാണാം. താങ്ക് യു.